ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു, ട്രോള് വന്നു എന്നുള്ളതല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം തൊട്ടിട്ടേ ഇത് ചെറിയ ക്രിഞ്ചല്ലേ, അല്ലെങ്കിൽ ഇത് ക്ലീശയല്ലേ, ഇത് ക്രിഞ്ചല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. പല കാര്യങ്ങളും ക്രിഞ്ചായി തോന്നിയ കാര്യങ്ങളൊക്കെ ക്രിഞ്ച് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, നമുക്ക് മുന്നേ തോന്നിയിരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഉള്ള ഒരു പുള്ളി യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്ന പുള്ളിയുടെ എന്ത് സ്ട്രാറ്റജി ആണെന്നോ ടെക്നിക്, സ്ക്രീൻ പ്ലേ ടെക്നിക് ആണെന്ന് അറിഞ്ഞൂടെ. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇപ്പൊ പ്രണവിന്റെ മേക്കപ്പ് പലരും ഓൾഡ് മേക്കപ്പും അത് എന്നോട് അജു അല്ലെങ്കിൽ ആ സിനിമയിൽ ഉണ്ടായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കും തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓക്കെ ആണോ, അല്ലെങ്കിൽ ചില സാധനങ്ങൾ റിയൽ ഓൾഡ് പോലെ തോന്നുന്നുണ്ടോ. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ലുക്കില് ഓക്കെ ആണോ എന്ന് ഞങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ എനിക്കൊരു സംശയം, എനിക്ക് വട്ടുണ്ടോന്നു. അല്ലെങ്കിൽ തന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ ഈ പാഴ്വേലക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ. OTT ടിവിയിൽ നമ്മൾ കണ്ടിരിക്കാൻ പറ്റില്ല ഇത്തരം സിനിമകൾ. അപ്പൊ നമ്മൾ ബോറടിക്കും. പ്രത്യേകിച്ച് അത് നാച്ചുറലി അതിന് ലാഗ് ഉണ്ട്. വീട്ടിൽ നമ്മൾ പോസ് ചെയ്ത പരിപാടിക്കാണ് ഇത് എന്താ തീരാത്തെന്ന് നമുക്ക് തോന്നും. കുടിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് കാണുമ്പോൾ നമുക്ക് തീരാത്തെന്ന് തോന്നും. ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ 3 പ്രാവശ്യം. ഏട്ടനത് എഴുതി വെച്ചത് ഏട്ടൻ അതേപോലെ വേണം. പുള്ളി ഒരു ഇത് ജ്ഞാപകം എന്ന് പറഞ്ഞ പടത്തിന്റെ ആക്ച്വലി ആ സോങ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്റെ ടേസ്റ്റ്. എനിക്ക് ആ സോങ് പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു. പക്ഷേ അത് ഇട്ടിട്ട് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആരാണെന്ന് വെറുത്തു പോകുന്ന ഒരു അവസ്ഥയും വരും. 50 പ്രാവശ്യം ലൂപ്പിൽ ഒരുമിച്ച് കിട്ടി കഴിഞ്ഞാൽ ഏത് പാട്ടാണെങ്കിലും വെറുത്തു. സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.